ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ചന്തേരി. അതിനകത്ത് വന്നേക്കുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് എടുത്തേക്കുന്ന ഒരു റെഡ് ആൻഡ് നേവി ബ്ലൂ മസ്റ്റർഡ് യെല്ലോ, ലാസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഡാർക്ക് ബർഗൻഡി ടോണിൽ വന്നേക്കുന്ന കളക്ഷനാട്ടോ. ഇതിനകത്ത് ഫുള്ളായിട്ട് ബത്തീക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ലുക്ക് നമുക്ക് നോക്കാം. ബോർഡറിൽ ടെമ്പിൾ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സെറീൻ്റെ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് സെറിയല്ല, ബ്രൗൺ കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ബാന്തിനി സ്റ്റൈലാട്ടോ, അപ്പോൾ ബത്തീക്ക് സ്റ്റൈലാട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ലുക്ക് നോക്കാം. ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് ഹൊറിസോണ്ടലി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആണ് ബോഡിയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിന് എൻഡിലായിട്ട് നമ്മുടെ പേസ്ലീസിൻ്റെ ഒക്കെ ഒരു സിമിലർ ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് നമുക്ക് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലോ നെക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഭയങ്കര ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ ടോൺ. എല്ലാ സ്കിൻ ടോണും അതുകൊണ്ട് തന്നെ മാച്ച് ആവും. മാത്രമല്ല ഇതിൻ്റെ ഭയങ്കര ഈ ഒരു ചന്തേരി, പ്യുവർ ചന്തേരിയിലാണ് ഈ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്ന LV 432 പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന 4199 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ഇതിനകത്തും ബത്തീക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റൈലും ആൻഡ് ആഞ്ചൽ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു ലുക്കുമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. ഞാൻ വെയർ ചെയ്തേക്കുന്ന സാരിയും ഏകദേശം സിമിലറായിട്ട് വന്നേക്കുന്ന ഒരു കളർ ടോണാണ്. ഇതാണ് ഫസ്റ്റ് കളർ. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന സെറ്റൂളിൽ സോളിഡായിട്ട് വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ടോൺ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഈ ഒരു കളർ ടോൺ. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടയും സെയിം ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. വിത്ത് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു ത്രെഡിൻ്റെ തന്നെ കേട്ടോ. ഞാൻ പെട്ടെന്ന് സെറിയാണ് തെറ്റിദ്ധരിച്ചു. ഇത് ത്രെഡിലാണ് ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നേക്കുന്നത്. ബ്രൗൺ കളർ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയും ആഞ്ചൽ പോർഷനിൽ നമ്മൾ ടോപ്പിൽ വരുന്ന സെയിം സിമിലർ പാറ്റേൺ കൊടുത്തേക്കാണ്. ആ ഒരു സ്ട്രൈപ്സ് കൊടുത്ത് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ വരുന്ന സെയിം പാറ്റേൺ ആണ് രണ്ട് ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഇതൊക്കെ എൻഡിലൊക്കെ നമുക്ക് ത്രെഡിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ആണ് സെക്കൻഡ് ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനൊക്കെ ഒരു വൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട സെയിം പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട LV 430. ഫൈനലി വന്നേക്കുന്ന ഈ ഒരു റെഡ് ഷെയ്ഡാട്ടോ. ഒരുപാട് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളേഴ്സൊന്നും അല്ല, ഇതും സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു റെഡ് ഷെയ്ഡാണ്. അതിന് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം ആ ഒരു ടോണിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട. അതിന് ഇതിൻ്റെ കോഡ് വരുന്ന LV 429 പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന 4199. പ്യുവർ ചന്തേരിയിൽ വന്നേക്കുന്ന സെറ്റ്സ് ആട്ടോ. ഇതിൻ്റെ എല്ലാം ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു ടിഷ്യൂ ക്രീം ബേസിൽ വരുന്ന സാരീസും സൽവാർ സെറ്റും ഒക്കെ ഒരെണ്ണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലേ. ഭയങ്കര പോസിറ്റീവ് വൈബിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഇപ്പം ഒരു പ്രത്യേക ഏതെങ്കിലും ദിവസങ്ങളിലോ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഓണം പോലുള്ള ട്രഡീഷണൽ ഒക്കേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കളർ ടോണാണ് ഈ ഒരു ടിഷ്യൂ ബേസിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഇതിപ്പോൾ സാരിയല്ല, സൽവാർ സെറ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ ഒരു കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാം ക്രീം, ഇപ്പം കൊണ്ടുവന്നേക്കുന്നതിനകത്തെല്ലാം തന്നെ ക്രീം ബേസിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന ഒരു ആപ്ലിക് പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിനകത്താണ് ഇതിനകത്തെ ആപ്ലിക് ഡീറ്റെയിലിംഗ് വരുന്നത്. അതും ടിഷ്യൂ ബേസിൽ വന്നേക്കുന്ന ഫാബ്രിക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ സെറീൻ്റെ തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ആൻഡ് ടോപ്പിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു സെയിം ആപ്ലിക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. വിത്ത് സ്കാലപ്പ് ഫിനിഷിൽ വന്നേക്കുന്ന ടോപ്പിൻ്റെ എൻഡ് പോർഷൻ. നമുക്കിത് തിരിച്ചിട്ടാണെങ്കിലും ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്ന ലുക്കിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്ന PVയിൽ വന്നേക്കുന്ന ബോട്ടം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കണ്ടുപോകും. ഒരു 5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എല്ലാം ക്രീം ഷെയ്ഡിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടോൺസ്. നെക്സ്റ്റ് വന്നേക്കുന്നതിനകത്ത് ആ ഒരു ക്രീം ടിഷ്യൂവിൻ്റെ കൂടെ തന്നെ സട്ടിലായിട്ട് നിൽക്കുന്ന ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ലൈനിങ് പോർഷനൊക്കെ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നെക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഈ ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ഡീറ്റെയിലിങ്ങോ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് നെക്കിന് ഡിഫറെൻറ്റ് ടൈപ്പിൽ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ലുക്ക് വന്നേക്കുന്നത് ഇതാട്ടോ. ഇത് ടോപ്പിൻ്റെ ദുപ്പട്ടയുടെ ആഞ്ചൽ പോർഷനിൽ വരുന്ന ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2799. കോഡ് വരുന്ന MR 123.
ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആ ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ വരുന്ന പോർഷനാണ് കേട്ടോ. ആൻഡ് ദുപ്പട്ട ഇതിനകത്തൊരു പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു വേരിയേഷൻ പീച്ച് ചേർന്നിട്ടുള്ളൊരു പിങ്ക് ടോണും കൂടിയുണ്ട്. ഇതും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഇത് രണ്ടിൻ്റെയും ടോപ്പാണ്, ദുപ്പട്ടയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു പിങ്ക് ആൻഡ് ഇതൊരു പീച്ച് ചേർന്നിട്ടുള്ള ഒരു പിങ്ക് ടോൺ. അപ്പോൾ ഇത് നമ്മുടെ കസിൻസിനൊക്കെ ആണെങ്കിൽ ഒരേ പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വലിയ ഡിഫറൻസ് വരുന്നില്ല, ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുള്ളൂ. ഡിഫറെൻറ്റ് കളേഴ്സ് നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇപ്പോൾ ഓണം പോലെയുള്ള ഒക്കേഷൻസിനൊക്കെ സാരീസ് സ്കിപ്പ് ചെയ്തിട്ട് കോളേജിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഒരേപോലത്തെ ടൈപ്പ് ഓഫ് ചുരിദാറൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷൻ. ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ്, ഇതിനകത്ത് നമുക്ക് ഒരുപാട് ആ ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് എടുത്തറിയുന്നില്ല. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ആൻഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ടാസൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് MR126, പ്രൈസ് റേഞ്ച് 2799. ഇതിൻ്റെ ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ സാരീസ് കൂടുതലും ബനാറസി സാരീസ് അല്ലേ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ കംഫർട്ടായിട്ട് നിൽക്കുന്ന രീതിക്കും ഈ ഒരു സാരി വന്നിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഞാൻ വേറെ നിൽക്കുന്ന ഈ ഒരു പീക്കോക്ക് ഷെയ്ഡാണ്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ സറി വീവിങ് ആണ് നമുക്ക് ബോഡിയിൽ ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പറിലും ലോവറിലും കുഞ്ഞായിട്ട് വന്നിട്ടുള്ള ആ ഒരു സിഗ്സാഗ് പാറ്റേണിലും വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഫ്ലോറൽ പാറ്റേണിൽ നമുക്ക് ആ ഒരു വീവിങ് പാറ്റേൺ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും ഫുള്ളി ആ ഒരു മൈന്യൂട്ടായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആൻഡ് ബോഡിയിൽ വന്നിട്ടുള്ള സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് സെൽഫ് ടാസൽസ് കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടാസൽസ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റിലാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. അതിൻ്റെ ഒരു ഗോൾഡൻ ജ്വൽസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പെയർ ചെയ്തിടുവാണെങ്കിൽ നല്ലൊരു മിനിമൽ റിച്ച് ലുക്ക് നമുക്ക് കിട്ടും. സാരിയുടെ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ഒരു ഈവനിങ് പാർട്ടീസിനൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചൂസ് ചെയ്യാവുന്നൊരു സാരിയും കൂടെയാണ്. ആൻഡ് കണ്ടോ, പ്ലേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴും ഫുള്ളായിട്ട് ആ ഒരു ചെക്ക് പാറ്റേണിൽ തന്നെ നമുക്ക് ആ ഒരു സാരിയുടെ ഒരു വീവിങ് സ്റ്റൈല് ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് പോയിട്ടുണ്ട്. ആൻഡ് കണ്ടോ, ഒരു പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുവാണെങ്കിലും ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കുന്നൊരു സാരിയും കൂടെയാണ്. ആൻഡ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കിലാണ് നമുക്ക് ആ ഒരു ബ്ലൗസ് പീസ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് കുഞ്ഞു ബൂട്ടാസിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ദ ബോഡി ആ ഒരു ബ്ലൗസ് പീസിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടുവാണെങ്കിലും നല്ലൊരു മിനിമൽ ലുക്ക് തരും. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള സാരി വീവിങ് സ്റ്റൈലാണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും സെയിം ആ ഒരു വീവിങ് പാറ്റേൺ. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് വയലറ്റ് ഷെയ്ഡിലാണ്. പിങ്ക് ആൻഡ് വയലറ്റ് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് പീസ്. എല്ലാത്തിലും സെയിം വന്നിട്ടുള്ള ആ ഒരു ബൂട്ടാസിൻ്റെ ഒരു വീവിങ് പാറ്റേൺ ആണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് NN320 എന്ന കോഡിൽ 3199 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store.